എല്ലാ മാന്യപ്രേക്ഷകർക്കും ദോഹയ്ക്കൊരു പൊന്നോണം എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഗ്രാമീണ നിഷ്കളങ്കതയും നാട്ടു സംസ്കൃതിയുടെ വെണ്മയും നാട്ടുമൈനയുടെ പാട്ടും എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗൃഹാതുരത്വമാണ്. കിനാവിൻ്റെ മണിച്ചെപ്പ് തുറന്നെത്തുന്ന നിലാവാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം. ബന്ധുമിത്രാദികളെല്ലാം ഒത്തുകൂടി അത്തപ്പൂക്കളമൊരുക്കി ഊഞ്ഞാലാടി സദ്യയുണ്ട് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ പ്രവാസികൾ അങ്ങകലെ ഇരുന്ന് ആ സന്തോഷം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആഹ്ലാദിക്കുകയാണ്. മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ എല്ലാവരെയും വേറിട്ട് ജീവിതം പച്ചപിടിപ്പിക്കുവാൻ വേണ്ടി കടൽ കടന്ന് മരുപ്പച്ചയില്ലാത്ത മരുഭൂമിയിൽ വന്ന് രാപകൽ അന്തിയോളം പണിയെടുത്ത് സ്വന്തം ജീവിതം മെഴുകുതിരി പോലെ ഉരുകി അതിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് നൽകും. മൺമറഞ്ഞു പോയതും ജീവിച്ചിരിക്കുന്നതുമായ പ്രവാസികൾക്കും ഇമവെട്ടാതെ പ്രവാസികളുടെ വരവിനായി കാത്തിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികൾക്കും നാട്ടുകാർക്കും മിഥിലാനന്ദ ഗൗരി നന്ദനായുടെ ബാനറിൽ അവതരിപ്പിക്കുന്നു ദോഹയ്ക്കൊരു പൊന്നോണം. ആടിപ്പാടി നോക്കി നിൽക്കാതെ പൂപ്പറിക്കടി കുഞ്ഞാറ്റേ, പൂപ്പറിക്കടി കുഞ്ഞാറ്റേ, പൂപ്പറിക്കടി കുഞ്ഞാറ്റേ, പൂപ്പറിക്കടി കുഞ്ഞാറ്റേ. ഓണം വന്നു ഓണം വന്നെടി, ഓണം വന്നെടി നങ്ങിയല്ലേ, ഓണം വന്നു ഓണം വന്നെടി, ഓണം വന്നെടി നങ്ങിയല്ലേ. ആടിപ്പാടി നോക്കി നിൽക്കാതെ പൂപ്പറിക്കടി കുഞ്ഞാറ്റേ, പൂപ്പറിക്കടി കുഞ്ഞാറ്റേ, പൂപ്പറിക്കടി കുഞ്ഞാറ്റേ, പൂപ്പറിക്കടി കുഞ്ഞാറ്റേ. അപ്പം അടപ്പായസം പപ്പടം ഉണ്ണിയപ്പം വടയും പഴവും, അപ്പം അടപ്പായസം പപ്പടം ഉണ്ണിയപ്പം വടയും പഴവും. ഓണസദ്യയൊരുക്കടി പെണ്ണെ, ഓണസദ്യയൊരുക്കടി പെണ്ണെ, ഓണസദ്യയൊരുക്കടി പെണ്ണെ നങ്ങലേ കുഞ്ഞാറ്റേ. ഉത്രാടരാവിൽ തിരുമുറ്റത്തൊരുക്കും പൂപ്പന്തലിൽ
ഹലോ, അസ്സലാമു അലൈക്കും. ആ അക്ബർ, നമ്മുടെ പാരന്റ്സിന്റെ വിസ പ്രോസസിംഗ് ഏതുവരെയായി? ആ, ദിവസങ്ങളിങ്ങ് അടുത്തു. അതെയോ? ഗോഡ്, ടു ബാഡ്. ഇപ്പൊ എന്താ ചെയ്യാ? ഓക്കെ അക്ബർ, ഞാൻ തിരികെ വിളിക്കാം. ഓക്കെ. എന്താ മഹിയേട്ടാ? അച്ഛന്റെ അമ്മയുടെ വിസ ശരിയായില്ലെന്ന്. ഓണം അടുത്തു, ഇനിയും വിസ ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് ചെയ്യാനാ? ഈ അക്ബറിന്റെ അടുത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞതാ വിസ ശരിയാക്കുന്ന വിവരം. അമ്മ മുത്തശ്ശി വരില്ലേ? പറയച്ചാ, മുത്തശ്ശി വരില്ലേ? അമ്മ മുത്തശ്ശി വരില്ലേ? അയ്യോ മഹിയേട്ടാ, മഹിയേട്ടാ ഒന്നിങ്ങ് വന്നേ പെട്ടെന്ന്. എന്താ? എന്തു പറ്റി? ദേ നോക്കിയേ, പൊള്ളുന്ന ചൂടാ. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരില്ലാന്ന് അറിഞ്ഞത് മുതൽ വളരെ വിഷമത്തിലും മൂഡൌട്ടിലുമാണ്. നീ സംസാരിച്ച് നിൽക്കാതെ പെട്ടെന്ന് വണ്ടിയുടെ കീ ഇങ്ങെടുക്ക്. മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എടാ ചാർലി, അത് തിന്നു തീർക്കല്ലേ? എന്തൊരാക്രാന്തോടാ ഇത്. അവന്റെ ശരീരത്തിന്റെ രഹസ്യം അതല്ലേ. പതുക്കെ, ശ്വാസം മുട്ടി ചത്തു. നീ അറിഞ്ഞോ? എന്ത്? ആ കിച്ചുമോളെ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതെന്താ? കിച്ചുവിന്റെ മുത്തച്ഛനും മുത്തച്ഛനും കൂടി ഓണത്തിന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരുന്നതാ. വിസയ്ക്ക് എന്തോ പ്രശ്നം കാരണം വരാൻ പറ്റില്ല എന്ന്. അപ്പോഴേക്കും കിച്ചുവിന് ആകെ ടെൻഷനായി. പനി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. ആ പഹയം മുത്തശ്ശൻ വന്ന പിന്നെ പിടിച്ചിരുത്തി കത്തിവെക്കും. വീടില്ല. ഇപ്പൊ കിച്ചുമോക്ക് എങ്ങനെയുണ്ട്? അതല്ലേ രസം. മഹിയേട്ടന്റെ അറബി സ്പോൺസർ നമ്മുടെ കിച്ചുമോളെ കാണാൻ വന്നു. അവസ്ഥ കണ്ടപ്പോ അയാള് മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ വിസ തരപ്പെടുത്തി തരാന്ന് പറഞ്ഞു. എന്റെ റബ്ബേ, ചുരുക്കി പറഞ്ഞാൽ ഇപ്രാവശ്യവും ആ മുത്തച്ഛൻ എന്റെ പെടലിക്ക് കത്തിവെച്ചത് തന്നെ. ആ പിന്നൊരു കാര്യം, നമ്മുടെ മഹിയേട്ട ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഓണത്തിന് നമ്മൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എവിടെയും കറങ്ങി നടക്കരുത്. അതോർക്കുമ്പോഴാ ഇനി നീ വെക്ക്. ഞാനാദ്യം. മുത്തശ്ശി വന്നു. അമ്മേ, ഹായ്. മക്കളെ, വാ. മഹി, നീ ആ വെള്ളച്ചാമിയെ കാണാറുണ്ടോ? അച്ഛന്റെ കമ്പനിയിൽ PMI ജോലി ചെയ്ത ആ തമിഴനല്ലേ? അവൻ തമിഴനല്ല, അവൻ എന്റെ കൺകണ്ട ദൈവമാണ്. ജോലിയും കൂലിയുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് വകയും വണ്ടിക്കൂലിയും തന്ന് നിവർന്നു നിൽക്കാൻ സഹായിച്ചത് ആ ചാമിയാണ്. അച്ഛൻ അറിയില്ലേ, ഇന്ന് അദ്ദേഹം വളരെ മോശമായ അവസ്ഥയിലാണ്. ആണോ? ആരെയും കാണാൻ കൂട്ടാക്കില്ലെന്ന് മാത്രമല്ല, വെളിച്ചം കാണാത്തൊരു ഇരുട്ട് മുറിയില സർവ്വസമയവും താമസം. ഏത് നിലയിൽ ജീവിച്ച ആളാ. ഭാര്യ, മക്കൾ, മാനേജർ പൊസിഷൻ, ഇടതും വലതും സഹായത്തിന് ജോലിക്കാര്, ബിസിനസ്സിൽ തകർച്ചയെന്നറിഞ്ഞപ്പോ സ്വന്തം ഭാര്യ പോലും അവനിൽ നിന്ന് അകന്നു. മനുഷ്യന്റെ ഓരോ വിധി. അതെ. ആ, എന്തായാലും എനിക്ക് അവനെ കണ്ടേ പറ്റും.
ഇവിടെ ആരും ഇല്ലേ? വെള്ളച്ചാമി, വെള്ളച്ചാമി, എടാ വെള്ളച്ചാമി. എഴുന്നേൽക്ക് വെള്ളച്ചാമി, എഴുന്നേൽക്ക്. വെള്ളച്ചാമി, നീ ചാമി, ദേ നോക്ക, അച്ഛനെ മനസ്സിലായില്ലേ? അച്ഛാ. വെള്ളച്ചാമി, ചാമി, ഇത് ഞാനാടാ, നിന്റെ വാസുവേട്ടൻ. കണ്ണു തുറന്ന് നോക്കടാ ചാമി. அது பாரு, அழகப்பன தெரியுமா? அது என் மகன்தான். அந்த முத்துலட்சுமியை தெரியுமா? அது என் பொண்ணுதான். எல்லாருமே போயிட்டாங்கப்பா. நீங்க யோசனை பண்ணும், என் வைஃப் எங்கன்னு. அவளும் போயிட்டாப்பா. சிங்கப்பூர் தெரியுமா? அங்க பெரிய பணக்காரன் கூட போயிட்டாப்பா. யாருமே இல்ல எனக்கு. கடவுளே. ഇത് വെച്ചോളൂ. ഇത് നീ എനിക്ക് തന്നതിന് സഹായിച്ചതിനും പകരമാവില്ല ഒരിക്കലും. നിന്റെ ആത്മസുഹൃത്തിന്റെ ഒരു എളിയ സഹായം. ഞാൻ തിരികെ പോകുമ്പോ നീയും എന്റെ കൂടെ വേണം. ഇനിയുള്ള കാലം നമുക്കൊന്നിച്ച് എല്ലാ കഷ്ടപ്പാടുകളും മറന്ന് ജീവിക്കണമടാ. ഞാനും മഹിയും പിന്നെ വന്ന് കാണാം. സന്തോഷമായിരിക്കണം. പോട്ടെ. മുത്തശ്ശന് നല്ല മസിലുണ്ടോ? പിന്നെ ഭയങ്കര മസിലല്ലേ. ഒരു വലിയ കെട്ടുവള്ളം അഷ്ടമുടിക്കായലിൽ 27 മുഴം നീളമുള്ള മുളയിട്ട് ഒറ്റയ്ക്ക് ഊന്നി ഊന്നി അന്ന് കൊല്ലത്ത് നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. എന്താ ഒരു കളിയാക്കൽ മാതിരി? ഏയ് ഒന്നുമില്ലേ, സംഭവാമി യുഗേ യുഗേ. പച്ചക്കള്ളല്ലേ മുത്തച്ഛ പറയുന്നേ? എന്താ ഒന്ന് കാണിച്ചു തന്നെ മനസ്സിലായി. നോക്ക് 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 നോക്കോ, പിന്നെ കാണാൻ പറ്റില്ലേ? എന്താ നീതുമോള് ശ്യാമയൊന്നും മിണ്ടാതിരിക്കുന്നേ? മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. മുത്തശ്ശി ഭയങ്കര സുന്ദരിയായിരുന്നോ പണ്ട്? പിന്നെ പാദം വരെ നല്ല ചുരുണ്ട കറുത്ത തലമുടി, താമര ഇതള് പോലുള്ള കണ്ണുകൾ, നല്ല ഗോതമ്പിന്റെ നിറമല്ലായിരുന്നോ? ആണോ? ആ. അപ്പൊ എല്ലാവരും മുത്തശ്ശീനെ സുന്ദരി എന്നാണോ വിളിച്ചിരുന്നേ? സുന്ദരിന്ന് മാത്രമല്ല, ചില ആൾക്കാരൊക്കെ എന്നെ സ്വർണമാലാഖയെന്ന് വിളിക്കുമായിരുന്നു. അന്ന് മുത്തശ്ശിയെ സ്വർണമാലാഖയെന്ന് വിളിച്ചവരൊക്കെ ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പതുങ്ങി പതുങ്ങി ദേ ഇങ്ങനെ നോക്കുമായിരുന്നു. ആ, അടുത്തുണ്ട്, വേണമെങ്കിൽ തൊട്ട് കാണിക്കാം. അതാരാ മുത്തശ്ശി? ആ, എനിക്കറിയാം. മുത്തശ്ശനും മുത്തശ്ശൻ ലൈൻ അടിച്ചിട്ടല്ലേ കല്യാണം കഴിച്ച്? അച്ഛനും അമ്മയും പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. കിച്ചുവാവയ്ക്ക് ഉറക്കം വരുന്നില്ലേ? മുത്തശ്ശി, മോൾക്കൊരു പാട്ട് പാടി തരാവോ? എടി, നീ ആ മാമ്പഴത്തിന്റെ പാട്ടൊന്ന് പാടിക്കൊടുക്ക അവൾക്ക്.